ദേശീയപാത നിർമ്മാണത്തിന്റെ പ്രത്യാഘാതങ്ങൾ കൂരിയാട് സംഭവത്തോടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സമാന രീതിയിലുള്ള നിർമ്മാണം നടക്കുന്ന കായംകുളത്തും ദേശീയപാതയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട 2 സമിതികളും സന്ദർശിച്ച് ജനങ്ങളുടെ അഭിപ്രായം കേട്ടും ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയും തീരുമാനമെടുക്കണമെന്ന് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത വേണമെന്ന ആവശ്യവുമായി പ്രക്ഷോഭം നടത്തുന്ന ജനകീയ സമരസമിതിയുടെ നേതാക്കൾ ആവശ്യപ്പെട്ടു. കായൽ നികത്തിയ ചതുപ്പ് നിലത്തിലൂടെയാണ് കായംകുളത്ത് പാത കടന്നുപോകുന്നത്. ഇവിടെ 11 മീറ്റർ വരെ മണ്ണിട്ട് നികത്തിയാണ് റോഡ് നിർമ്മാണം നടക്കുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട മുഖ്യ ഉത്തരവാദിത്വം കരാർ കമ്പനിക്കാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം കൂരിയാട് നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അതേ ഭൗമാവസ്ഥയാണ് കായംകുളത്തുമുള്ളതെന്ന് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സമരം നടത്തുന്ന ജനകീയ സമരസമിതിയുടെ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങൾ 2 വർഷമായി കായംകുളവുമായി ദേശീയപാതയുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ കായംകുളത്തെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് നടത്തുന്ന നിർമ്മാണത്തിനെതിരെയുള്ള സമരത്തിലായിരുന്നു. ആ സമരത്തിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ നിർദ്ദേശങ്ങൾ, മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് യാതൊരുവിധ പഠനങ്ങളുമില്ലാതെ ഈ ഹൈവേ നിർമ്മിച്ചു വരുന്നു. പ്രത്യേകിച്ച് കായംകുളം പോലെ പുരാതനമായ ഒരു പട്ടണത്തെ വികലമാക്കുന്ന തരത്തിലേക്ക് എന്ന് സൂചിപ്പിച്ചു. ഇന്ന് അത് യാഥാർത്ഥ്യമാവുകയാണ്. ചതുപ്പ് നിലത്തിൽ കായംകുളത്തിലൂടെ കടലിൻ്റെ 2.18 കിലോമീറ്റർ കടന്നു പോകുന്ന ദേശീയപാത അവർ മണ്ണിട്ട്, അതായത് 11 മീറ്റർ ഉയരത്തിൽ മണ്ണിട്ട് നിർമ്മിക്കാൻ പോവുകയാണ്. തൊട്ടടുത്ത ദിവസം കൂരിയാട്ട് നടന്ന അത്യാഹിതത്തിനേക്കാൾ അതിരൂക്ഷമായ ഒന്നാകും കായംകുളത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ഈ അവസരത്തിൽ ഉദ്ദേശിക്കുകയാണ്. അത് സംബന്ധമായി PSC ഉൾപ്പെടെയുള്ള നടത്തിയ പഠനങ്ങളിൽ വളരെ കൃത്യമായ അവരുടെ മുന്നിൽ ദേശീയപാത അതോറിറ്റി തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. ഞങ്ങൾ DPR ലംഘിക്കപ്പെട്ടിട്ടുണ്ട്, എല്ലാ മാനദണ്ഡങ്ങളും ഞങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് പോകുന്നത്. അതായത് ഇതിൻ്റെ വ്യവസ്ഥിതി ഇപ്പോൾ മനസ്സിലാക്കുന്നത് കോൺട്രാക്ടർ തന്നെ ഡിസൈൻ ഉണ്ടാക്കുക, DPR തയ്യാറാക്കുക, നിർമ്മിക്കുക, ബില്ല് മാറുന്നത് പോലും അവസാനം ദേശീയപാത അതോറിറ്റി വെറും ഒരു ഗുമസ്തൻ പണി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അവരുടെ മുന്നിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളിലൊന്നും അവരുടെ ലാഭം ലക്ഷ്യമായിക്കൊണ്ട് അവരിതൊന്നും നടപ്പാക്കാത്ത, ജനങ്ങൾക്ക് ഉപകാരമായി ഒന്നും ചെയ്യാത്തൊരു സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ കായംകുളത്തെ ഈ പുതിയ സാഹചര്യത്തിൽ അടിയന്തരമായി പുതിയ സംഘം ഈ സ്ഥലം സന്ദർശിച്ച് അവിടുത്തെ ഭൂപ്രകൃതി കൃത്യമായി മനസ്സിലാക്കി, മണ്ണിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി മനസ്സിലാക്കി കായംകുളത്തെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതിന് തുടർ നടപടികൾ ഉണ്ടാവണം എന്നതാണ് ഞങ്ങളുടെ നിർദ്ദേശം. കൂരിയാടുമായി ബന്ധപ്പെട്ട് സമാന സ്വഭാവത്തിൽ ദേശീയപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന തെക്കൻ കേരളത്തിലെ പ്രധാന നഗരമാണ് കായംകുളം. കായൽ നികത്തിയ ചതുപ്പ് നിലത്തിലൂടെയാണ് നിലവിൽ നാഷണൽ ഹൈവേ കായംകുളത്ത് കടന്നുപോകുന്നത്. കരിപ്പുഴ കനാലിന് ഇരുവശവും 1 കിലോമീറ്ററിലധികം ദൂരം ചെളി നിറഞ്ഞ ചതുപ്പാണ്. ഇവിടെ 11 മീറ്റർ വരെ ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയാണ് ദേശീയപാത നിർമ്മിക്കുന്നത്. മേൽമണ്ണിന്റെ ഭാരം താങ്ങാനാവാതെ റോഡ് താഴേക്കിരിക്കാനുള്ള സാധ്യത കൂരിയാടിനേക്കാൾ കായംകുളത്ത് കൂടുതലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇവിടെ മണ്ണ് പരിശോധനയോ പാരിസ്ഥിതിക പ്രത്യാഘാത പഠനങ്ങളോ നടത്തിയിട്ടില്ല. 61 വർഷം പഴക്കമുള്ള NH പാലം 11 വർഷം മുമ്പ് ബലക്ഷയം കാരണം അറ്റകുറ്റപ്പണികൾ നടത്തി ബലപ്പെടുത്തിയതാണ്. ഇത് പുതിയ 6 വരിയിൽ നിലനിർത്തി നിർമ്മിക്കുന്നത് അപകടകരമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ദേശീയപാതയെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ട 2 സമിതികളും കായംകുളത്തും സന്ദർശനം നടത്തി ജനങ്ങളുടെ അഭിപ്രായം കേട്ടും ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയും തീരുമാനങ്ങൾ എടുക്കണമെന്നും സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. ജനജീവിതം താറുമാറാക്കും വിധം കായംകുളം നഗരത്തെ 2ആയി വിഭജിക്കുന്ന നിർമ്മാണത്തിനെതിരെ 2 വർഷമായി കായംകുളത്ത് ജനകീയ സമരം നടക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ദേശീയപാത നിർമ്മാണം ഇന്ത്യൻ റോഡ് കോൺഗ്രസ് മാനദണ്ഡങ്ങളും മറ്റ് ചട്ടങ്ങളും പാലിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. കരാറുകാരുടെ തന്നിഷ്ടപ്രകാരമാണ് നിർമ്മാണം നടത്തുന്നത്. ഇതിന്റെ ഫലമാണ് കൂരിയാട് ഉണ്ടായത്. കൂരിയാടിന് സമാനമായി കായംകുളത്ത് ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തമുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കരാർ കമ്പനിക്കാകുമെന്നും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ജനകീയ രോഷം നേരിടാൻ കരാർ കമ്പനി തയ്യാറാകണമെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. പുതുതായി നിർമ്മിക്കുന്ന കായംകുളം തൂത്തുക്കുടി 4 വരി ദേശീയപാത കായംകുളത്ത് ദേശീയപാത 66മായി എങ്ങനെ ബന്ധിപ്പിക്കും എന്നതിനെക്കുറിച്ച് യാതൊരു രൂപരേഖയും ഉണ്ടായിട്ടില്ല. പലപ്പോഴായി നടന്ന കൂടിക്കാഴ്ചകളിലൊക്കെ കായംകുളത്തിന്റെ പ്രശ്നം ശരിയാണെന്ന് ദേശീയപാത അധികൃതർ തങ്ങളോട് ആവർത്തിച്ച് സമ്മതിക്കുമ്പോഴും ഇതിനെതിരെയാണ് കരാർ കമ്പനിയുടെ നീക്കം.
ഇത് നാളുകളിൽ റോഡിന്റെയും യാത്രക്കാരുടെയും സുരക്ഷയെ ഗുരുതരമാക്കാനേ ഉപകരിക്കുകയുള്ളൂ എന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സമരസമിതി ചെയർമാൻ ആയിരത്ത് അബ്ദുൽ ഹമീദ്, കൺവീനർ ദിനേശ് ചന്ദന, മറ്റ് ഭാരവാഹികളായ ചന്ദ്രമോഹൻ, സജീർ കുന്നുകൊണ്ടം, സലാഹുദ്ദീൻ ചീരാമത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.